വാരി തരില്ലേ? വേണ്ട, എനിക്ക് പിസ്സ അതൊക്കെ മതി. കുട്ടി ആദ്യം നോക്ക് എങ്ങനെ ഉണ്ടാക്കിയതാന്നറിയോ. എല്ലാരും സ്കൂളിലേക്ക് നല്ല സാധനങ്ങളാവുണ്ട്, എനിക്ക് മാത്രം ഇങ്ങനത്തെ. ഇതില് ക്യാരറ്റ് നോക്ക്. എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വേണ്ട. എന്റെ കുട്ടിക്ക് ഞാൻ വാരി തരാലോ. ഇതില് ക്യാരറ്റ് ഉണ്ട്. കുഞ്ഞെന്തിനാണ് അമ്മയോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? അമ്മയ്ക്ക് ബ്രെയിൻ ഇല്ല ഡാഡി. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫുഡാ ഉണ്ടാക്കി തരുന്നത്. ആണോ? ആ. അപ്പൊ അമ്മയ്ക്ക് ബ്രെയിൻ ഇല്ല അല്ലേ? ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയത്തേ അമ്മ കുഞ്ഞിനോട് എന്തോ ഹോംവർക്കിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴും ഹേവ്ഗോഡ് ഇങ്ങനെ തന്നെയാണല്ലോ അമ്മയോട് സംസാരിച്ചത്. അതെന്താ അങ്ങനെ? എനിക്കറിയാം ഹോംവർക്ക് ചെയ്യാൻ, അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. ആ. അത് ശരി. അപ്പൊ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, കുഞ്ഞിനെല്ലാം അറിയാം അല്ലേ? അതുകൊണ്ടാണ് കുഞ്ഞെപ്പോഴും അമ്മയോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഡാഡി, അമ്മയ്ക്കൊന്നും അറിയില്ല. മോൻ അറിയോ മോൻ എവിടുന്നാ വന്നേന്ന്? അമ്മീന്റെ തമ്മീന്ന്. അപ്പൊ മോൻ അറിയാ മോൻ അമ്മേന്റെ വയറ്റിന്നാ വന്നേന്നല്ലേ? ഹേക്കുട്ടിനെ അറിയോ കുഞ്ഞു അമ്മേന്റെ വയറ്റിലായിരുന്നപ്പോഴേ അമ്മയ്ക്ക് എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു. മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, എപ്പോൾ നോക്കിയാലും തലവേദന, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ആയിരിക്കും. രാത്രിക്ക് ഇരിക്കുമ്പോൾ തലവേദനിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മ ഒരു ടാബ്ലറ്റ് പോലും കഴിക്കില്ല. എന്തിനാണെന്നറിയോ? ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞിട്ട്. ആ തലവേദന സഹിച്ച് ഉറങ്ങാണ്ട് കുറേ നേരം ഇരിക്കും. ചില ദിവസങ്ങളിലെ അമ്മയ്ക്ക് ഉറങ്ങാനേ പറ്റില്ല, തലവേദന കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരിക്കും. അപ്പം അമ്മ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും ഉറങ്ങാണ്ട്, ഒരു പോള പോലും കണ്ണടയ്ക്കാൻ പറ്റില്ല. രാവിലെ അച്ഛക്ക് ഓഫീസിൽ പോകണ്ടേ? ഓഫീസിൽ പോകേണ്ട ടൈമിൽ ഏകദേശം ഒരു 5-5:30 ആകുമ്പോൾ ഡാഡി എഴുന്നേറ്റ് നോക്കുമ്പോൾ കട്ടിൽ ഇങ്ങനെ അമ്മ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ചോദിച്ചാൽ പറയും രാത്രി തൊട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒട്ടും ഉറങ്ങാണ്ട് ആ ക്ഷീണത്തിൽ അങ്ങനെ നിൽക്കും. ഒന്ന് ഓർത്ത് നോക്ക്, എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും. കുഞ്ഞു വയറ്റിലുണ്ടായിരുന്ന അത്രയും മാസങ്ങളുണ്ടല്ലോ, അമ്മേന്റെ കാലൊക്കെ ഇത്രയും വലുപ്പമായിരിക്കും നീര് വെച്ചിട്ട്. സോറി, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ നല്ല കുട്ടിയാ. അങ്ങനെ ഒരുപാട് ഇഷ്ടം. നല്ല കുട്ടിയാ, എനിക്ക് ഒരുപാട് ഇഷ്ടം.